بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്തു സബയിലെ 3-4 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 428. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. وقال الذين كفروا وقال ഇതിൽ ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല. കഫറു എന്ന് പറയുമ്പോൾ റായിനാണ് തഫ്ഖീം വരുന്നത്. അപ്പോൾ വഖാല എന്ന് വാവിനൊരു കനപ്പിക്കൽ വരരുത്. വഖാല അല്ലദീന കഫറു, അല്ലദീന ദാല് വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. കഫറു ലാ തഅതീന الساعة لا تأتينا الساعة. ഹംസ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. ലാ തഅതീന, തഅതീന എന്ന് പറയുന്നത് പലർക്കും വരുന്നൊരു തെറ്റാണ്. ലാ തഅതീന എന്ന് പറയും. ലാ തഅതീന الساعة, ഐന് വ്യക്തമാക്കുക. ഖുൽ ബലാ വറബ്ബി, ഖുൽ ബലാ വറബ്ബി, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ബലാ വറബ്ബി, റായിന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, ലതഅതിയന്നകും ഷദ്ദുള്ള നൂനിനെ മടിക്കണം. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മടിക്കാതെ വെളിവാക്കുക. ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, ആലിം ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ ഗൈബ്, ഗൈന് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ബാഇന് ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. ആലിമിൽ ഗൈബ്, അവിടെ യാഇനെ ദീർഘിപ്പിക്കാവുന്നതാണ്. ലീനിന്റെ അക്ഷരമായ യാഇന് ആരിദിന്റെ ഹുക്മ കൊടുത്തുകൊണ്ട് ദീർഘിപ്പിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 6 വരെ ആകാം, 4 ഹറക്കത്തിന്റെ അളവ് വരെ ദീർഘിപ്പിക്കാം. 2-ൽ ഒതുക്കുകയുമാണ്. അപ്പോൾ ആലിമിൽ ഗൈബ് ലാ യഅ്സുബു അൻഹു, ലാ യഅ്സുബു അൻഹു, ഐനുകളെ വ്യക്തമാക്കി ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൻഹു എന്ന് പറയുമ്പോൾ സക്കീന നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറ, വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ടതാണ്. മിസ്ഖാലു ദർറത്തിൻ, റായിനും തഫ്ഖീമാണ്. റായിന് തക്രീർ വരാതെ സൂക്ഷിക്കണം. ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ഫിസ് സമാവാതി എല്ലാം തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്. വലാ ഫിൽ അർദ്, റായിനും ضادനും തഫ്ഖീം കൊടുക്കുക. വലാ അസ്ഗറു മിൻ ദാലിക, വലാ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്, വീണ്ടും വരുന്നുണ്ട്. വലാ അക്ബറു, ഈ ദീർഘത്തെ 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അസ്ഗറു, സ്വാദ് ഗൈന് റാ, 3 തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ്. തടിപ്പിച്ച് ഉച്ചരിക്കുക, കനപ്പിച്ച്. വലാ അസ്ഗറു,
മിൻ ദാലിക സകിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി മറച്ചു മണിച്ച് ഓതുക. മിൻ ദാലിക വലാ അക്ബറു അക്ബറു കാഫ് ഷദീദും മഹ്മൂസുമാണ്. ബാ അതേപോലെ തർക്കീഖാണ് ഈ അക്ഷരങ്ങൾക്കൊക്കെ. റാഇന് തഫ്ഖീം കൊടുക്കുക. വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. റാഇന് തഫ്ഖീം കൊടുക്കണം. അക്ബറു എന്ന് പറയുമ്പോൾ റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഫീ കിതാബിൻ മുബീൻ. ലിയജ്സിയ ലിയജ്സിയ ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ജീമ് ശേഷം സായിന്റെ ഉച്ചാരണം ശരിയായ വിധത്തിൽ നൽകണം. ലിയജ്സിയല്ലദീന ആമനു. ഹംസ ഷദീദായ അക്ഷരമാണ്, മുസ്തഫിലാണ്. തർക്കീഖ് ചെയ്യണം. ഹംസയും അലിഫും. ആമനു വഅമിലു സ്സാലിഹാത്തി. വഅമിലു എന്ന വാവിനെ ഇൽത്തിഖാ സാക്കിനയിന് വേണ്ടി ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് ഓതുക. വഅമിലു സ്സാലിഹാത്തി. സാ എന്ന സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. الصالحات വഖഫ് ചെയ്യുക. താഇന് ഷിദ്ദത്തുണ്ട്, വ്യക്തമായി ഉച്ചരിക്കുക. ഖൽഖല വരരുത്, അത് സൂക്ഷിക്കേണ്ടതാണ്. ദീർഘം നേരത്തെ സൂചിപ്പിച്ച പോലെ ആരിദിന്റെ ദീർഘം 6 ഹറക്കത്തിന്റെ അളവ് വരെ ആകാവുന്നതാണ്. الصالحات ഉലൈക മദ് മുത്തസിൽ വാജിബ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉലൈക ലഹും മഗ്ഫിറ. ലഹും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്ന് പേര് പറയാം. ഇദ്ഗാം ബിഗുന്ന എന്ന് വേണമെങ്കിൽ എങ്ങനെയും പറയാം. ഇദ്ഗാം ശഫവി എന്നും പറയാം. ലഹും മഗ്ഫിറ. ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. റാഇനും തഫ്ഖീം കൊടുക്കുക. മഗ്ഫിറത്തുൻ വ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വരിസ്ഖുൻ കരീം. വരിസ്ഖുൻ റാഇ തർക്കീഖ് ചെയ്യണം. ഖാഫിന് തഫ്ഖീമാണ്. ഖാഫിന്റെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അത് വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. വരിസ്ഖുൻ കരീം. ഇങ്ങനെ വഖഫിന് വേണ്ടി ദീർഘം നൽകാം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك
أولئك لهم مغفرة ورزق كريم.